ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി അമീബിക് ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും നടന്നു. ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ.എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയാർ പഞ്ചായത്തിൽ 1000-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വിവിധ വാർഡുകളിലായി പണിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം 3-ാം വാർഡിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ആദ്യം ഉടമകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തുടർന്നാണ് തൊഴിലാളികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 1 മുതൽ 8 വരെയുള്ള വാർഡുകളിലെ തൊഴിലാളികൾക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള വാർഡുകളിലെ തൊഴിലാളികൾക്കുമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 4 എന്ന് പറയുന്ന വാർഡിൽ ഒരു അതിഥി തൊഴിലാളിക്ക് അമീബിക് രോഗം വന്ന് ആ സഹോദരി മരണപ്പെടുന്ന ഒരു ദുഃഖകരമായ സ്ഥിതിവിശേഷം ഉണ്ടായി. അതിൻ്റെ സ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം ജീവനക്കാരും ഭരണസമിതി ചെറുപ്പാലം PGC ഒന്നടങ്കം ഒരു തീരുമാനമെടുത്ത് അതിൽ കൊണ്ടുവന്നിരിക്കുന്ന മുതലാളിമാരെ വിളിച്ചുകൊണ്ട് അവർക്കൊരു ക്ലാസ് വയ്ക്കുകയും അതിനുശേഷം പഞ്ചായത്തുള്ള മുഴുവൻ അതിഥി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസും അവർക്ക് മെഡിക്കൽ ക്യാമ്പും നടത്താൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം വാർഡ് മുതൽ 7-ാം വാർഡ് വരെയുള്ള അതിഥി തൊഴിലാളികളെ രാവിലെ 10:30-നും 8-ാം വാർഡ് മുതൽ 15-ാം വാർഡ് വരെയുള്ള അതിഥി തൊഴിലാളികളെ ഉച്ചകഴിഞ്ഞ 2 മണിക്കും ഇരട്ടയാർ വനിതാ സാംസ്കാരികത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തും ഒരു പഞ്ചായത്തും ഇതുപോലുള്ള മാതൃകകളായ പ്രവർത്തനം നടത്തിയിട്ടില്ല. ശുചിത്വത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലയിൽ ആദ്യമായതാണ് ഇതേ രീതിയിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ.എ നിർവഹിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് തൊഴിലാളികൾക്കായി സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ഉൾപ്പെടെ എല്ലാവരെയും വിളിക്കുകയും അടിയന്തരമായിട്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരുടെ എല്ലാ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഒരു മെഗാ ഒരു ക്യാമ്പയിനായിട്ട് അവർക്കൊരു മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഏറ്റവും നല്ല കൂടുതൽ ആളുകൾ പങ്കെടുക്കണം. അടുത്ത 5 വർഷങ്ങളിലും പരിപാടികൾ തുടർന്ന് പോകണമെന്നാണ്. ക്യാമ്പിന് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ടിൽ, പഞ്ചായത്ത് അംഗം സോജൻ മാളിയേക്കൽ, HI ആൻസി വർക്കി എന്നിവർ നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.